ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് രക്ഷകനായി കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി. നിയമബിരുദമില്ലാതെയാണ് ഉപഭോക്തൃ കോടതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഗോപാലൻ വാദിക്കുന്നത്. കോട്ടില്ല വക്കീല എന്നാണ് ഇദ്ദേഹം ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത്. 13 വർഷം മുമ്പ് തനിക്കുണ്ടായ ഒരു നീതി നിഷേധത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോപാൽ മാഷ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണമെന്നാഗ്രഹിച്ച് അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി. ഒരു പതിറ്റാണ്ട് പിന്നിട്ട നിയമ പോരാട്ട രംഗത്ത് ഒരു കേസിൽ പോലും ഗോപാൽജി തോറ്റിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. ഒരു ഗ്രന്ഥകാരനും അറിയപ്പെടുന്ന വിവരാവകാശ പ്രവർത്തകനും അധ്യാപകനുമായ ഗോപാൽ മാഷ് ഉപഭോക്തൃ ജാഗ്രതാ സമിതി, വിവരാവകാശ സമിതി, ശബരി റെയിൽ സമരസമിതി തുടങ്ങിയവയുടെ ഭാരവാഹി എന്ന നിലയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ്. നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ അഭിഭാഷകൻ വരും. അവര് പല തടസ്സവാദങ്ങളും ഉന്നയിക്കും. അതെല്ലാം അവർ ഓരോ നിയമങ്ങൾ വെച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ നിയമത്തെക്കുറിച്ച് പഠിക്കണം. MRP റെഗുലേഷൻ ആക്ട് തുടങ്ങിയ കുറേ ആക്ടുകളുണ്ട്. അതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അതിന് കൗണ്ടർ ചെയ്യാൻ കഴിയാതെ വരികയും കേസ് ദുർബലപ്പെടുകയും ചെയ്യും. ആയത് കാരണം ഞാൻ കഴിയാവുന്നത്ര നിയമങ്ങൾ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ആയത് കാരണം എന്നെ സമീപിക്കുന്ന കൺസ്യൂമേഴ്സിന് ഒരു ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിന് എനിക്ക് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഉപഭോക്തൃ നിയമങ്ങളനുസരിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കണമെന്നും കൺസ്യൂമർ കോടതികളിലേക്ക് തന്നെ പോലെയുള്ള നോൺ അഡ്വക്കേറ്റുമാർ ധാരാളമായി കടന്നുവരണമെന്നും ഗോപാലൻ വെണ്ടുവഴി പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, തനിക്കുണ്ടായ ഒരു നീതി നിഷേധത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിലൂടെ പോരാടി ജയിച്ച ഒരു വ്യക്തി. പക്ഷെ അതോടെ അവസാനിച്ചില്ല തന്റെ പോരാട്ടം എന്ന് മനസ്സിലാക്കി ഇനി സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പമാണ് താൻ നിലകൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം നിലകൊള്ളുന്ന മനുഷ്യൻ. നിയമം പഠിച്ചിട്ടില്ല, പക്ഷേ കൃത്യമായ വഴികളിലൂടെ നീങ്ങുന്നു, സാധാരണക്കാർക്ക് താങ്ങാകുന്നു, തണലാകുന്നു. എന്തായാലും കോതമംഗലംകാർക്ക് സുപരിചിതനായിരിക്കും ഗോപാലൻ മാഷ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീതി പോരാട്ടത്തിന്റെ ഈ ഒരു നിയമ പോരാട്ടത്തിന്റെ കഥ കൂടുതൽ ആളുകൾ കൂടി അറിയണമല്ലേ? കോതമംഗലംകാർക്ക് സുപരിചിതനാണ് ഗോപാലൻ വെണ്ടുവഴി എന്ന് പറയുന്ന ആ വ്യക്തിത്വം. കാരണം വർഷങ്ങളായി കോതമംഗലംകാർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അത് ആദ്യം ഒരു അധ്യാപകനായിട്ടായിരുന്നു എല്ലാവർക്കും പരിചിതമായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ആ ഒരു ട്യൂഷൻ എടുക്കുന്ന ആ ഒരു ജോലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ 13 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വന്ന ഒരു കേസ്, അത് കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസ്, അത് സ്വയം പഠിച്ച് ആ കേസ് വാദിച്ച് അങ്ങനെ ജയിച്ചു. അന്ന് മുതലാണ് അദ്ദേഹത്തിന് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ താൻ തയ്യാറാകണം എന്നൊരു ചിന്ത വരുന്നത്. അതിനുശേഷം ഈ നാളിതുവരെയായി അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള പല വിഭാഗത്തിൽപ്പെട്ട പല സാധാരണക്കാരായിട്ടുള്ള കർഷകരുണ്ട്, അതിൽ വേറെ മറ്റു മാർഗങ്ങളില്ലാത്ത ആളുകളുണ്ട്, വേണ്ട സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്കൊരു ആശ്രയമാണ് ഈ ഒരു ഗോപാലൻ എന്ന വ്യക്തിത്വം. അദ്ദേഹം സ്വന്തമായി തന്നെ കേസ് പഠിച്ച് കേസിന് വേണ്ട കാര്യങ്ങളെല്ലാം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പോൾ ഒരു കേസിനായി അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, അത് അതിൻ്റെ എഴുത്തുകുത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുതൽ അത് കോടതിയിൽ പോയി വാദിക്കേണ്ട കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കും. അത് നമ്മളെ തന്നെ പരമാവധി മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് പറ്റും എന്ന തരത്തിൽ അദ്ദേഹം ശ്രമിക്കും. ഒരുപക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വയം ഏറ്റെടുത്ത് ആ കേസ് വാദിച്ച് അവരെ ജയിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വിജയ ശതമാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ അപ്പിയർ ചെയ്ത ഒരു കേസിലും അദ്ദേഹം തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും വലിയ വിശ്വാസമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അത് വെറുതെ ആകില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഏതായാലും വർഷങ്ങളായി ചെയ്യുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു കടമ അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിലും തുടർന്നും ഈ കേസുകൾക്കുമായി മുന്നോട്ട് പോകാൻ ആണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ അതോടൊപ്പം തന്നെ കൂടുതൽ ഒരു കോടതിയെല്ലാം വ്യവഹാരം അത് കുറച്ചും കൂടി എളുപ്പമാകണം. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു സ്വന്തമായി ഇപ്പോൾ അഡ്വക്കേറ്റ് അല്ലാത്ത ആളുകൾ തന്നെ സ്വന്തമായി കേസ് വാദിക്കുന്ന തലത്തിലോട്ടൊക്കെ എത്തണമെന്നൊരു അഭിപ്രായമാണ്. സാധാരണക്കാരായ മനുഷ്യർക്കായുള്ള ഗോപാലൻ മാഷിന്റെ നിയമ വഴിയുള്ള യാത്ര അങ്ങനെ തുടരുകയാണ്.